വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ സുപ്രധാന മണ്ഡലങ്ങളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായി. കൊട്ടാരക്കര, കൊല്ലം, കുണ്ട്ര എന്നീ ശ്രദ്ധേയമായ 3 മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ കൊട്ടാരക്കര മണ്ഡലത്തിൽ സിറ്റിംഗ് MLAയും മുതിർന്ന CPM നേതാവുമായ KN ബാലഗോപാൽ തന്നെ വീണ്ടും ജനവിധി തേടും. മണ്ഡലം നിലനിർത്താൻ സുപരിചിതനായ നേതാവിനെ തന്നെ വീണ്ടും കളത്തിലിറക്കാനാണ് CPM തീരുമാനം. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന കുണ്ട്ര മണ്ഡലത്തിൽ SL സജികുമാറിനെയാണ് LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFിലെ PC വിഷ്ണുനാഥിനോട് പരാജയപ്പെട്ട ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് ഇടതുപക്ഷത്തിന് അഭിമാന പ്രശ്നമാണ്. അതിനാൽ തന്നെ കുണ്ട്രയിൽ ഇത്തവണ അതിശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ S ജയമോഹൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അടുത്തിടെ നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 1/4 നൂറ്റാണ്ട് നീണ്ട ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ച് UDF വലിയ മുന്നേറ്റം നടത്തിയ പശ്ചാത്തലത്തിൽ കൊല്ലത്തെ നിയമസഭാ പോരാട്ടത്തിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. ഈ പ്രതിസന്ധി മറികടന്ന് മണ്ഡലം നിലനിർത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് S ജയമോഹന് മുന്നിലുള്ളത്. LDF തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ UDFും NDAയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള അവസാനവട്ട ചർച്ചകളിലാണ്. പ്രമുഖ നേതാക്കൾ തന്നെയാകും പ്രതിപക്ഷ മുന്നണികൾക്കും വേണ്ടി ഈ മണ്ഡലങ്ങളിൽ ജനവിധി തേടുക എന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.